ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഇഡി ചോദ്യം ചെയ്തു. ഇഡിയുടെ കൊച്ചിയിലെ ഓഫീസിലാണ് തന്ത്രിയുടെ മൊഴിയെടുത്തത്. സ്വർണ്ണക്കവർച്ചയിലെ കള്ളപ്പണ ഇടപാടടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രിയെ സാക്ഷിയാക്കിയേക്കും. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, വളരെ ഗൗരവതരമായ ഒരു മൊഴിയെടുപ്പാണ് ഇന്ന് നടന്നത്. നേരത്തെ നമുക്കറിയാം, SIT നടത്തിയ അന്വേഷണത്തിൽ തന്ത്രിക്കെതിരെ ഒരു വിധത്തിലുള്ള തെളിവുകളും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെടുത്തി കണ്ടെടുക്കാൻ ആയില്ല. ഇന്ന് ED അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമ, SIT അറസ്റ്റ് ചെയ്തതിനു ശേഷം 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തന്ത്രി പുറത്തിറങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ED ഇന്ന് ഹാജരാകണമെന്ന്, ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കൊച്ചിയിലെ സോണൽ ഓഫീസിൽ ഹാജരാകണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ തന്ത്രി കണ്ഠരര് രാജീവര് കൊച്ചി സോണൽ ഓഫീസിൽ എത്തിയത്. ഏതാണ്ട് 5:30 വരെ ഈ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ്. 5.5 മണിക്കൂർ വിശദമായുള്ള മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രധാനമായും ഇതിലെ സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. അത് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ തന്ത്രിക്ക് ഉണ്ടായിരുന്നോ? ഒപ്പം തന്നെ തന്ത്രിയുടെ ചില സ്വകാര്യ നിക്ഷേപങ്ങൾ, അതായത് ഒരു സ്വകാര്യ ബാങ്കിൽ 2 കോടിയിലധികം രൂപയുടെ നിക്ഷേപം തന്ത്രിയുടെ പേരിലും 60 ലക്ഷം രൂപയുടെ നിക്ഷേപം ഈ തന്ത്രിയുടെ ഭാര്യയുടെ പേരിലും ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത തേടുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ മൊഴിയെടുക്കലിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. നിലവിലെ കേസിൽ ED രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രി പ്രതിയല്ല, പ്രതിപട്ടികയിലില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നത്തെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ EDക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ തന്ത്രിയെ സാക്ഷിയാക്കി മാറ്റാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഇപ്പോൾ ഏതാണ്ട് 5.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തന്ത്രി രാജീവ് കണ്ഠരര് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്, മടങ്ങിപ്പോയിരിക്കുകയാണ്. ഓക്കെ മിഥുൻ, വളരെ നിർണായകമായ ഒരു മൊഴിയെടുപ്പാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.